ലെറ്റ് ഡൗൺ ഇത് രണ്ട് വാക്കുകളാകുമ്പോൾ അത് ഒരു വേർബാണ്, ഫ്രേസൽ വേർബാണ്. ഒരാളെ നിരാശപ്പെടുത്തുക എന്നുള്ള അർത്ഥമായിട്ടാണ് വരുന്നത്. ഒരാളൊരു സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പോൾ അയാളോട് നമ്മൾ പറയുകയാണ്, യു പ്രോമിസ്ഡ് ഹെൽപ്പ്, പ്ലീസ് ഡോണ്ട് ലെറ്റ് മീ ഡൗൺ. നീ സഹായം വാഗ്ദാനം ചെയ്തതാണ്, ദയവ് ചെയ്ത് എന്നെ നിരാശപ്പെടുത്തരുത് കേട്ടോ. ഐ ഫെൽറ്റ് കംപ്ലീറ്റ്ലി ലെറ്റ് ഡൗൺ വെൻ മൈ ഫ്രണ്ട് ഡിഡിൻ ഷോ അപ്പ്. എൻ്റെ സുഹൃത്ത് വന്നില്ല, ഞാൻ വളരെയധികം നിരാശനായി, അതെന്നെ നിരാശപ്പെടുത്തി. ഷീ ലെറ്റ് മീ ഡൗൺ, അവളെന്നെ നിരാശപ്പെടുത്തി. ഐ ഓൾവേസ് ട്രൈ നോട്ട് ടു ലെറ്റ് മൈ ഫ്രണ്ട്സ് ഡൗൺ. എൻ്റെ സുഹൃത്തുക്കളെ നിരാശപ്പെടുത്താതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. ഹീ ലെറ്റ്സ് ഡൗൺ ഹിസ് ടീം വെൻ ഹീ ഡസ് നോട്ട് പ്രാക്ടീസ്. അയാൾ പ്രാക്ടീസ് ചെയ്യാത്ത സമയത്ത് അയാളെ ടീമിനെ നിരാശപ്പെടുത്താറുണ്ട്. ഷീ ഈസ് ലെറ്റിംഗ് ഹെർ പാരൻസ് ഡൗൺ ഇഗ്നോറിങ് ദെയർ അഡ്വൈസ്. അവളുടെ അച്ഛനമ്മമാരെ വല്ലാതെ വിഷമിപ്പിക്കും, അവരുടെ ഉപദേശങ്ങൾ കേൾക്കാതെ. ഐ ക്വിറ്റ്, ഐ ഫെൽറ്റ് ഐ വാസ് ലെറ്റിംഗ് ഡൗൺ എവരി വൺ. ഞാൻ അവിടുന്ന് ഒഴിവായി പോയി, എനിക്ക് തോന്നി ഞാൻ എല്ലാവരെയും നിരാശപ്പെടുത്തുന്നു എന്ന്. ഐ പ്രോമിസ് ഐ വിൽ നോട്ട് ലെറ്റ് യു ഡൗൺ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. മീ, യു, ഹെർ, ദം, എവരി വൺ എന്നൊക്കെയുള്ള പ്രോനൗൺസ് വരുമ്പോൾ ഈ ലെറ്റ് ഡൗൺ സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ലെറ്റ് മീ ഡൗൺ, ലെറ്റ് ഹിം ഡൗൺ, ലെറ്റ് ഹെർ ഡൗൺ എന്നൊക്കെ. അല്ലാത്ത സമയത്ത് ഈ ലെറ്റ് ഡൗൺ എന്നുള്ളത് മുൻപ് കാണിച്ച ഉദാഹരണങ്ങളെ പോലെ ഒറ്റ വാക്കായിട്ട് ഉപയോഗിക്കാം. നോക്കൂ, നമുക്ക് ഐ പ്രോമിസ് ഐ വിൽ നോട്ട് ഡിസപ്പോയിൻറ്റ് യു എന്നൊക്കെ പറയാം, ഞാൻ നിന്നെ നിരാശപ്പെടുത്തില്ല എന്നൊക്കെ പറയാം. പക്ഷേ അതൊക്കെ ഒരു ഫോർമൽ വേർഡ്സാണ്. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ കൂടുതലും ഇത്തരം ഫ്രേസൽ വേർബ്സാണ് കൂടുതൽ നല്ലത്, ഉപയോഗിക്കാൻ നല്ലത്. ഔപചാരികമല്ലാത്ത ഘട്ടങ്ങളിലാണ് ഇത്തരം ഫ്രേസൽ വേർബ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു.